ശ്രീലേഖ ഈ ചെയ്യുന്നത് ശരിയാണോ? ഇപ്പൊ മോദിയെ കാണാൻ പോകുന്നു എല്ലാവരും, എല്ലാ ബി.ജെ.പി കൗൺസിലർമാരും. അവർ മാത്രം പോകുന്നില്ല. അതായത് ഇത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ശ്രീലേഖ എടുക്കുന്ന നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത് നമ്മളെ വിമർശിക്കുന്നവർക്ക് ബി.ജെ.പിയുടെ ശത്രുക്കൾക്ക് വടിക്കാൻ അടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ കൗൺസിലർമാരെ ചരിത്ര വിജയമാണ് തിരുവനന്തപുരത്ത് നേടിയത്. ആ നേടിയ ആൾക്കാരെ ഡൽഹിക്ക് ക്ഷണിക്കുന്നു. കുറച്ച് പേര്, എല്ലാവരെയും ഒന്നുമില്ല, കുറച്ച് പേരെയാണ് ക്ഷണിച്ചത്. 10-15 പേര് അവർ പോകുന്നു. അവർ ആ ട്രെയിനിലാണ് പോകുന്നത്. നേരത്തെ വാർത്ത വന്നു. അപ്പോഴേ ഞാൻ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചിരുന്നു ശ്രീലേഖ IPS പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പോയില്ല എന്നുണ്ടെങ്കിൽ പോകാതിരിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് എന്തോ അങ്ങനെ തോന്നി. പക്ഷേ പോയാലാണ് അത്ഭുതം അതെ, തോന്നുമായിരുന്നു. പക്ഷേ ഇത് ശരിയല്ലാത്ത നിലപാടെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം BJP എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് നിന്നിട്ട് അതിൻ്റെ പാനലിൽ നിന്ന് നമ്മൾ ജയിച്ചത്, അവിടെ നിന്നിട്ടാണ് ശ്രീലേഖ ജയിക്കുന്നത്. ജയിച്ചതിന് ശേഷം ശ്രീലേഖ എടുക്കുന്ന നിലപാട് ഇതുവരെ എടുത്തതും BJP അടിക്കാൻ മറ്റുള്ളവർക്ക് വടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ പറയുന്ന വിവാദം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു കുട്ടിക്ക് ഒരു മൊബൈൽ അച്ഛൻ കൊടുക്കുന്ന 2 കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തു. അങ്ങനെ ഈ പറയുന്ന അതിന് ശേഷം ഈ മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ മോദിജിയെ കാണാൻ പോയില്ല. സ്റ്റേജിലിരുന്നിട്ടും ഞാൻ കാണാൻ ചെല്ലുന്നില്ല, അങ്ങനെ പോലീസുകാരി ആയിരുന്നതുകൊണ്ടാണ് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ ചെല്ലേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന്, ശ്രീലേഖ ആരാണ് എന്നുള്ളത് അവിടുത്തെ SPGക്ക് അറിയാം, ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സിനെല്ലാം അറിയാം, മോദിയുടെ കൂടെയുള്ള സ്റ്റാഫിനറിയാം, മോദിജിക്കും അറിയാം. അപ്പോൾ എന്നിട്ടും അങ്ങോട്ട് ചെല്ലാതെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടി ആയിരുന്നില്ല. പോട്ടെ, അതധികം വലിയ വിവാദമായില്ല, എങ്കിലും പലയിടത്തും വാർത്തയൊക്കെ വന്നതാണ്. അതിനുശേഷം എന്തായി? അതിനുശേഷമാണ് ഈ പറയുന്ന ഡൽഹിക്ക് മോദിജി ക്ഷണിക്കുന്നത്. ആ കൂട്ടത്തിൽ ആ ശ്രീലേഖ IPS ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിലുള്ള ഒരു IPS കാരി കൂടിയാണ് ശ്രീലേഖ IPS എന്ന് ഓർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലേഖ ഡൽഹിക്ക് പോവേണ്ടതായിരുന്നു. അപ്പോൾ കാരണം പറയുന്ന അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, വയസ്സായ അമ്മയാണ്, അമ്മയെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അതെ, 5 ദിവസം മാറി നിൽക്കാൻ കഴിയില്ല. അതെ. അപ്പോൾ ഈ പറയുന്ന പാർട്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ വിരുന്ന് നടക്കുന്ന ദിവസം മോദിജിയെ കാണാനായിട്ട്. അപ്പോൾ അതിന് വിശദീകരണമായിട്ടിരിക്കുന്നത് ഈ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓക്കെയാണ്, ശരി, അമ്മയ്ക്ക് സുഖമില്ല, പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ചിലവാണല്ലോ, ഈ പറയുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവിടെ പോകുന്ന വലിയ ചിലവാണ്. അപ്പോൾ ഏതാണ്ട് ഫ്ലൈറ്റിന് എനിക്ക് തോന്നുന്നത് 8 രൂപ 8,000-10,000 രൂപയാവുമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണല്ലോ എടുത്ത് കൊടുക്കുന്നത്. അത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലവാണല്ലോ, ആ ചിലവ് വേണ്ട, ഞാൻ അനാവശ്യ ചിലവുണ്ടാക്കാത്ത ആളാണ്. ഈ ഇലക്ഷന് പോലും ഞാൻ ഒരുപാട് പിടിച്ചാണ് ചിലവാക്കിയത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വിശദീകരണം നടത്തി വീഡിയോ ഇടുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അടിക്കാൻ ഓങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം BJPക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത്. അപ്പോൾ ആ നേട്ടമുണ്ടായതിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇപ്പോഴും മിക്കവാറും മീഡിയ എല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ട്. BJPക്കകത്ത് അസ്വാരസ്യം, പറയുന്ന കൗൺസിലർമാർക്കിടയിൽ പ്രശ്നം, BJP ജില്ലാ നേതൃത്വത്തിനകത്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാർത്ത വരികയും അത് ഈ പറയുന്ന ഒരു ചരിത്ര വിജയം നേടി നന്നായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇത് ഒരു വലിയൊരു കരടായിട്ട് മാറുകയാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതിന് ശ്രീലേഖ നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു, അതിനുള്ള അവസരം ഒരുക്കരുതായിരുന്നു എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ പറയുന്ന നിലപാട് ശരിയല്ല, തിരുത്തണം, പാർട്ടിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും. ഈ വീഡിയോയിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ വേറൊരു കാര്യമുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് പോലെ അസ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല എന്ന് എടുത്തു പറയുക കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് ഈ മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വമായിട്ട് പറയുന്നത് പോലെ അങ്ങ് തോന്നും. അപ്പോൾ അതിന് ഇട കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം ഞാൻ മുമ്പൊരിക്കൽ നമ്മൾ വീഡിയോ ഈ പറയുന്ന ശ്രീലേഖയുടെ വിവാദം മുമ്പുണ്ടായപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ശ്രീലേഖ ഒരു സക്സസ്ഫുൾ ലേഡിയാണ്, അവർ ജീവിതത്തിൽ വിജയിച്ച് കഴിഞ്ഞതാണ്. ഈ പറയുന്ന ഒരു മേയർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു DGP ആയിരുന്ന ആളെ സംബന്ധിച്ച് വളരെ ചെറിയ സ്ഥാനമാണ്. DGP, സ്റ്റേറ്റ് പോലീസിൻ്റെ DGP റാങ്കിലിരുന്ന ഒരാൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വലിയ പൊസിഷനാണ്. കേരളത്തിലെ ആദ്യത്തെ IPS കാരി അല്ലേ, ആദ്യത്തെ വനിതാ DGP. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വിക്ടറിയിൽ നിന്നിട്ട്, വലിയ വിജയത്തിൽ നിന്നിട്ട്
അവർ ജയം എന്താണ്, ജീവിതത്തിൻ്റെ വിജയം എന്താണ്, സക്സസ് എന്താണെന്ന് അറിഞ്ഞ ആളാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ആൾക്കാർ വിവാദമാക്കുമ്പോൾ തീരെ സുഖം തോന്നില്ല. അത് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. ആ ശ്രീലേഖയെ പോലൊരാൾ കൗൺസിലറായിട്ട് ഇരിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലറായിരിക്കുന്നത് മോശം കാര്യമല്ല. ഒരു കൗൺസിലറുടെ ജോലി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക സ്ഥാനങ്ങളിലൊന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരം പോലൊരു നഗരത്തിൽ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതെല്ലാം ശ്രീലേഖ വൃത്തിയായിട്ട് ചെയ്യുന്നുമുണ്ട്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഈ പറയുന്ന ഇപ്പോഴേ പറയുകയാണ്, ആ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കേണ്ട കാര്യവുമില്ല. അതും ഈ പറയുന്ന മറ്റുള്ളവർക്ക് അടിക്കാൻ വടിയിട്ട് കൊടുക്കലാണ്. അത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ പുറത്ത് നിന്ന് നോക്കി ഇതിപ്പോൾ സാധാരണ BJP പ്രവർത്തകൻ ഒരാൾക്ക് തോന്നിയാൽ, ഇത് കണ്ടാൽ തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും നല്ല അവസരമൊക്കെ കൊടുത്തിട്ട് ഒരു പാർട്ടിയോട് ഇങ്ങനെയാണോ കാണിക്കുന്നത്, ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ കാലങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച് വരുന്ന സാധാരണ പ്രവർത്തകർക്ക് എന്ത് തോന്നും? ഇതൊക്കെയാണ് ഓരോരുത്തരും കണ്ടില്ലേ, കഴിഞ്ഞ ഈ പറയുന്ന അധികാരത്തിലിരുന്നു, അധികാരത്തിൽ നിന്ന് വന്നതിന് ശേഷം വലിയ സർവീസൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവിടെ നിന്ന് DGP ആയിരുന്ന ആൾ അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം പാർട്ടിയിൽ വന്ന് പാർട്ടിയിൽ പൊസിഷനും കിട്ടി പെട്ടെന്ന്. അതിനുശേഷം ആ പൊസിഷൻ കിട്ടിയതിന് ശേഷവും അവിടെയും അതൃപ്തിയാണോ എന്നൊരു സാധാരണ പ്രവർത്തകൻ തോന്നിയാൽ ഇവരുടെയൊക്കെ മൂല്യങ്ങൾ എവിടെയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ചിന്തിക്കും, ഇത്രയും പൊസിഷനിലിരുന്ന ആൾക്കും ഇങ്ങനെ ഈഗോ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലേഖ IPS ഒരു കുറച്ചുകൂടെ പക്വത കാണിക്കണം. കുറച്ചുകൂടെ ആ പറയുന്ന അവർ വലിയ പൊസിഷനിലിരുന്ന ആളാണ്, വലിയ വിജയം നേടിയ ആളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി BJP പ്രതിസന്ധിയിലാക്കാൻ പാടില്ല. ഇതിനകത്ത് നമ്മൾ രാവിലെ BJPയുടെയും RSSൻ്റെയും കാര്യം പറഞ്ഞ് മറ്റൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിലിരുന്ന ആൾ BJP, അതായത് RSSുമായിട്ട് ബന്ധമുള്ള, സംഘവുമായിട്ട് ബന്ധമുള്ള ഒരു ഇതിലേക്ക്, സംഘടനയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട ഒരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിനിലേക്ക് നിൽക്കണം. അത് സംഘത്തിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. സ്വയം സേവകരായിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലൊരു സംസ്കാരം ഉണ്ടായിരിക്കും. അത് കുറച്ച് അതൊന്ന് പകർത്തിയാൽ, ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് പ്രചാരകരെയൊക്കെ എടുത്ത് പരിശോധിക്കുക. പ്രചാരകരുടെ രീതി, അവരുടെ സ്വഭാവം, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദർശം, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലാളിത്യമൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടി BJPയിലുള്ളവർക്കും പുലർത്താം. അത് നല്ലത് തന്നെയാണ്. ആ രീതിയിലായിരിക്കണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് ഒരു ആയുധമായി മാറരുത് എന്നൊരു അപേക്ഷയാണുള്ളത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം BJP ഇനി വലിയ വിജയങ്ങൾ നേടി വലിയ യാത്ര ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനകത്ത് ഇത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലെങ്കിലും മറ്റുള്ളവർക്ക് വടി കൊടുക്കുന്നത് ഒട്ടും ശരിയായ നിലപാടല്ല. ഇത് അവസാനിപ്പിക്കണം. ഈ പറയുന്ന പ്രശ്നം അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലും പെരുമാറാതിരിക്കുക. പരമാവധി പാർട്ടിയുമായിട്ട് സഹകരിച്ചു പോവുക, സംഘടനയുമായി സഹകരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് കാണിക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വയംസേവിയുടെ ഒരു നിലവാരത്തിൽ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അവർ പുലർത്തുന്ന ഒരു ലാളിത്യം, ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു മൂല്യങ്ങൾ ഒക്കെ അതേപടി സംഘടനാ പ്രവർത്തനത്തിനകത്ത് നമ്മുടെ നിലപാടുകളിലും പുലർത്തിയേ മതിയാവുകയുള്ളൂ. കാരണം ഇതൊരു കുറേയേറെ ഒരു സംഘം പോലെ അല്ല BJP പ്രവർത്തിക്കുന്നത്. BJP വേറൊരു രീതിയിലാണെങ്കിലും അതിനകത്തും ഒരു കേഡർ സിസ്റ്റമുണ്ട്, ഒരു സംവിധാനമുണ്ട്. നമ്മൾ അവിടെ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു വടിയിട്ട് കൊടുക്കുന്ന നിലപാട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത് ശ്രീലേഖ ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് ചെയ്തിരിക്കുന്നത്. അത് ഇനിയും തുടർന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് യഥാസമയത്ത് ഇന്ത്യ ലൈവിൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം.